ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആക്ച്വലി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു എന്റെ ഒരു എന്താ പറയാ പിന്നെ ഒരു ടൈം വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു ആദ്യത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ബിസിനസ് ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 3-4 ഇയേഴ്സോളം പാർട്ട് ടൈമാണ്. കാരണം ജോലി ചെയ്യാണ്, മീറ്റിംഗും ട്രെയിനിങ്ങും ഒന്നും അറ്റൻഡ് ചെയ്യില്ല. എന്തെങ്കിലും പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിലും മാത്രം എന്ത് ചെയ്യും, എടുത്തു കൊടുക്കും. ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ റൂബി റാങ്കിലൊക്കെയാണ് ആ സമയത്ത് എത്തിയിരിക്കുന്നത്. കാരണം അത്രയും ടൈം എടുത്തു. പക്ഷെ എന്തില്ല, അവിടെ ബിസിനസിന്റെ ഒരു തരത്തിലുള്ള ഒരു പ്രോബബിലിറ്റിക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തില്ല. അതിന്റെ ഭാഗത്ത് റൂബി റാങ്ക് എന്ന് പറഞ്ഞാൽ വെറും 2 ലക്ഷം BV ആണ് പിന്നെ അത്രയും വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നീട് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം ഇതിന്റെ പവർ എന്താണെന്ന് മനസ്സിലായി, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി, ഇതുകൊണ്ട് കിട്ടുന്ന കംഫർട്ട് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നിരന്തരം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതിലുള്ള എന്റെ ടീം എന്ന് പറയുന്ന ഇപ്പൊ നിൽക്കുന്ന ഒരു ചെറിയ ടീം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് നിങ്ങൾ പറയുന്നത്. മീറ്റിങ്ങും ട്രെയിനിങ്ങുകളും നിരന്തരം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗത്ത് നല്ല നല്ല തിരിച്ചറിവ് കിട്ടി തുടങ്ങി. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു. പരിചയപ്പെട്ട ആളുകളുടെ എക്സ്പീരിയൻസ്, അത് ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ തന്നു. ആ മോട്ടിവേഷന്റെ ഭാഗമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷമുള്ള ഒരു 2-2.5 വർഷം കൊണ്ട് ഏകദേശം ഇപ്പോഴാണ് വളരെ പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ ഫുൾ ടൈം കരിയറിലേക്ക് ബിസിനസിനെ മാറ്റി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം വിത്തിൻ 1 or 2 അല്ലെ 2 or 3 ഇയേഴ്സിനുള്ളിലായിട്ട് ഇപ്പൊ ഏകദേശം എന്റെ ടോട്ടൽ ടേൺ ഓവർ നിയറസ്റ്റ് 50 ലക്ഷത്തിന് മുകളിൽ. കാരണം ആദ്യത്തെ ഒരു 3-4 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിന്റെ എത്രയോ ഇരട്ടി ഇപ്പൊ ടോട്ടൽ ടേൺ ഓവറിലേക്ക് വന്നിട്ടുണ്ട്. വിത്തിൻ സെറ്റ് ടച്ചിങ് ആണ്. അപ്പോ അത്രയും സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലായ ടീമിന്റെ ഒരു എന്താ പറയാ അവിടെ ഒരു കോർഡിനേഷൻ കൂടി വന്നപ്പോഴാണ് ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ എന്റെ ആവശ്യമാണിത്. മുമ്പ് എനിക്കതെന്താണ് ഒരു പാർട്ട് ടൈം എന്താ പറയാ ഒരു മറ്റുള്ള ആളുടെ ഒരു ആവശ്യത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ആവശ്യമാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇതില് ബെനിഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നന്നാവണം, അല്ലെങ്കിൽ ഇതില് ഒരു ടോപ്പർ ആവണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പോ എന്റെ ആവശ്യമായി ഞാൻ ഈ ബിസിനസിനെ മാറ്റിയെടുത്തു. സോ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത്. ഇന്ന് ഈ ലോകത്ത് ഞാൻ പറയുന്നു, എന്തും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. കാരണം തുടക്ക സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിവോ കാര്യങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇതിന് കൊടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ സമയത്ത്, ആദ്യം തുടക്കം എന്നോട് പറയാറുണ്ടായിരുന്നു GTS എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് പറയുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മീറ്റിംഗ് ചെയ്യുന്ന പല ആളുകളും നിങ്ങളെല്ലാവരും ഒരുപാട് എന്താ പറയാ ഇതിൽ പുതിയ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ ബിസിനസ് പിന്നെ മെല്ലെ മെല്ലെ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റോടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു മീറ്റിംഗിലുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും അതൊന്നും ഒരിക്കലും എന്തല്ല മോശമായുള്ള ഒരു ജോലിയും ഈ ലോകത്ത് ഒന്നുമില്ല. അത് എത്ര താഴ്ന്ന ജോലിയാണെങ്കിൽ എല്ലാ ജോലിയും നമ്മൾ റെസ്പെക്ട് ചെയ്ത് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തരുന്ന കംഫർട്ട്, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കംഫർട്ട് ആണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതും ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ കമ്പയർ ചെയ്തിട്ട് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന് കുറച്ച് സമയം നിർബന്ധം മാറ്റിവെക്കണം. കാരണം നിങ്ങൾ ഇപ്പൊ ഇവിടെ മാറ്റിവെക്കുന്ന സമയം നിങ്ങൾക്കൊരു ടീം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തുടക്കത്തിൽ നമ്മുടെ എഫേർട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. നമ്മുടെ എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ എത്രമാത്രം നമ്മൾ എഫേർട്ട് കൊടുത്താൽ അതിനൊരു ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് അവിടെ. ഇൻഡിവിജ്വൽ എഫേർട്ട് മാത്രം നടക്കുന്ന സമയത്ത്, അതേസമയം നമ്മൾ കൂട്ടമായിട്ടുള്ള ആളുകളുടെ ഒരു പ്രവൃത്തി നമുക്ക് കിട്ടുകയാണെങ്കിൽ, അവരുടെ കൂടി ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ടീം വർക്കായി മാറും. ടീം വർക്കിന്റെ പവർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. അതിൽ നിന്ന് കേട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ, ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് പല ലീഡേഴ്സും വലിയ വലിയ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ കാരണം അവരുടെ ടീമാണ്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എവിടെ തന്നെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കാതെ അവിടെ നിന്ന് ഉറപ്പെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കണം.
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ല പുരോഗതി ഉണ്ടാക്കാനും ഏറ്റവും ടോപ്പർ ആവാൻ വേണ്ടിയുള്ള ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ടീമിന് ഞാൻ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾ അവിടെ നിങ്ങൾ കൊണ്ടുവരിക. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾ പറയുന്നു, എനിക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്, എനിക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി വലുപ്പം അറിയാതെ ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ മുന്നിലുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. എന്താ പറയുക, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മൾ ഓരോ ആളുകളും നല്ല രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാക്സിമം ഇഫേർട്ട് നമ്മൾ അതിന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് പെർഫോമറായി മാറാനും ഏറ്റവും ഹൈ ലെവലിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാനും, അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും മാറുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലിയിലെ പോവർട്ടി ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയായി മാറാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളാക്കി നിങ്ങൾ ഇതിനെ മാറ്റിയിടുക. നമ്മുടെ ആവശ്യമായി മാറിയാൽ മാത്രമേ ഈ ബിസിനസ് നിങ്ങൾ വളരെ ബ്യൂട്ടി ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കിടയിൽ ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ എന്നാലും പല ആളുകൾക്കിടയിൽ ഇപ്പൊ നമ്മുടെ ആവശ്യമല്ല. സത്യമല്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ എന്തുണ്ട്, ലീഡർ വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, സാറേ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഓരോ ഭാഗത്ത് ഓരോ സമയത്ത് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലീഡർ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമ്മൾ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു ഡയറിയും ഒരു പെന്നും എടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടിയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴികൾ അത് കറക്റ്റായിട്ട് എന്താണെന്ന് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് വള്ളി തെറ്റാതെ ചെയ്യുക. കാരണം ഒരിക്കലും അവരുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് തെറ്റായുള്ള ഒരു കാര്യം പറഞ്ഞു തരില്ല. അവര് പറയുന്ന കാര്യങ്ങൾ അവർ ഈ ബിസിനസ്സിലേക്ക് വിജയിക്കാൻ അവർക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവരുടെ തൊട്ടടുത്ത ലീഡേഴ്സ്, അപ്ലയൻസും അസോസിയേറ്റും ഒക്കെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മളത് കേട്ട് പഠിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എന്താ പറയാ, നമ്മുടെ ടീം എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ കക്കട്ട് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ ഈ ടീമിൽ എന്താ പറയാ, എന്റെ കൂടെ നിൽക്കുന്ന അസോസിയേറ്റ്സ് അവര് ശരിക്കും പറഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ എന്റെ റാങ്കിൽ തന്നെ 2 പേരുണ്ട് എന്റെ ടീമിൽ. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. അവർ വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുള്ള ആളുകൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ ഒരു എന്താ പറയാ, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, അതിന്റെ ഗ്രോത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോ നിങ്ങളാവുന്ന ഓരോ ആളുകളും നിങ്ങളുടെ എന്താ പറയാ നല്ല ചിന്തകൾ കൊണ്ടുവരിക. നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാം, അവരെ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, എനിക്ക് എൻ്റെ ടീം ഇപ്പം ഞാൻ ഇന്നേ റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്, അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ എങ്ങനെ പോകണം, എനിക്ക് പിന്നെ എന്താ പറയണ്ടേ, പിന്നെ ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കാണുന്ന ഒരു ബ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലീഡേഴ്സിന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾ തേടിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ മെല്ലെ കടക്കുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും, കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് എന്താ പറയാ ഒരിടത്തും കിട്ടാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേറെ ഒരു തരത്തിലുള്ള വലിയ ക്വാളിഫിക്കേഷനോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ സാമ്പത്തിക സ്രോതസ്സോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമ്മുടെ ഒരു മനസ്സ് എന്ന് പറയുന്ന ഒന്ന് മാത്രം നമുക്ക് ഇവിടെ മതി. നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മുടെ കഴിവ് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും എനിക്കിതിന് വലിയ കഴിവില്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല, നന്നായിട്ട് മിണ്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും കുഴപ്പമില്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇത് നമുക്കിതൊന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ അവരുടെ ഒരു കൂട്ടമായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ സാധനത്തിന് നമുക്ക് ബൂം ചെയ്തെടുക്കാം. കമ്പനിയുടെ വിഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കാം, കുറച്ച് മുമ്പ് എനിക്കറിയാം, ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയോ ലീഡേഴ്സ് എനിക്കറിയാം, ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത പല ആളുകൾ ഇന്ന് വലിയ രീതിയിലുള്ള വലിയ റാങ്കിലേക്ക്, ടോപ്പ് ലെവൽ റാങ്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം അത് എന്തുകൊണ്ടാണ് പോയെന്ന് വെച്ചാൽ
അത് നമ്മുടെ കയ്യിലിരിപ്പാണ്. കാരണം അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അതിന്റെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചവർ മുന്നോട്ട് പോയി. അതേസമയം നമ്മൾ അതിൽ കുറച്ച് ലാഗ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഗ്രോത്ത് കുറഞ്ഞു. അപ്പൊ ഞാൻ പറയാവുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നമ്മുടേതായുള്ള രീതി, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആ ഫ്രീഡത്തിനെ മിസ്യൂസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ പല ആളുകൾക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇത്ര ആളുകൾക്കിടയിൽ അവർ ചെയ്യുന്ന ജോലി നമുക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഇന്ന് ജോലിയാണ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് മീറ്റിങ്ങിനും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാൻ ഒന്നും സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു വളരെ ചുരുങ്ങിയൊരു സമയം, നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഒരേ ടൈം ആണല്ലോ, ചുരുങ്ങിയൊരു സമയം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക. അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ മോർണിംഗ് മീറ്റ് നമുക്കറിയാം, രാവിലെ 6 മണി സമയമാണ്. നിങ്ങൾക്ക് ഏതൊരു ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചത് പറ്റുന്ന ഒരു കാര്യം. രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന വളരെ പോസിറ്റീവായുള്ള വൈബാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾ ഇപ്പൊ എനിക്ക് ഈ കാണുന്ന ഈ മീറ്റിംഗിൽ ഇത്ര ആളുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു പോസിറ്റീവ് സ്മൈലോടെ ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അവരുടെ ന്യൂറൽ പാത്വേയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഇമോഷന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജി അത് നമ്മുടെ വർക്കിൽ നമ്മൾ പ്രതിധ്വനിക്കും. അങ്ങനെ നമ്മുടെ വർക്കിൽ നമുക്ക് വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഊർജമായിട്ട് നമ്മുടെ ഈ മീറ്റിങ്ങുകൾ അറിഞ്ഞോ അറിയാതെയോ മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾ ഓരോരുത്തർ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത ആളാണെങ്കിലും, ഇനി കുറച്ച് മുമ്പ് ചെയ്താണെങ്കിലും, ഇനി തൊട്ടടുത്ത ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരാണോ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് അവിടെ 100% അവരെ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾക്കും ട്രെയിനിങ്ങുകൾക്കും വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഉറപ്പായിട്ടും ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാനും, ഇന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനൊക്കെ ചെയ്ത് വലിയ ലെവലിൽ IAS ലെവലിലോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതി ടോപ്പർ ആവാനോ, അതിൽ നല്ലൊരു ജോലി കിട്ടാനോ, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും വലിയ പ്രൊഫഷനിലേക്ക് നമ്മൾ വരാനുള്ള ഒരു പലപ്പോഴും എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് വരാനുള്ള ടൈമൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കൊന്ന് സിവിൽ സർവീസ് ഒക്കെ നമുക്ക് എപ്പോഴും എഴുതാം, പക്ഷെ എന്നാലും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു മെന്റലി നമുക്കത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്നും നമുക്ക് ഇനി സാധിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താ പറയാ, ഒരു ക്യാപിറ്റലോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ആവശ്യമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കിടയിലും ഒക്കെ ഒരു നല്ല റെസ്പെക്ട് കിട്ടുന്ന തരത്തിലുള്ള, നല്ല ബഹുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും മാറിയെടുക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വന്നു പെട്ടതോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇനിയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പർച്യൂണിറ്റീസ് ആർ ഫ്ലൈങ്, ക്യാച്ച് ഇറ്റ് ബിഫോർ ലീവിംഗ് എന്നാണ്. അതിങ്ങനെ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ടത്, പക്ഷെ അതിനെന്ത് ചെയ്യാം, നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് അതിന്റെ ഏറ്റവും നല്ല ബെറ്റർ പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്റെ ഒരു ഇതൊക്കെയാണ് എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തില് എനിക്ക് എന്താ പറയാ, ഇതില് എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബിസിനസ് ഒരുപാട് നല്ല ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ, ഒരുപാട് ആളുകളോട് ബന്ധപ്പെടാനൊക്കെ ഈ ബിസിനസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ എന്താണ് നിങ്ങളുടെ മോർണിംഗ് മീറ്റിൽ ഇന്നലെ കരീം സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് സാറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ സ്വാമിയാണ്,
മാലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് സാറേ പിന്നെ ഇന്നലെ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് സാറിനോട് സാറേ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ എണീക്കും, 5 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മള് പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഏകദേശം 6 മണിക്കാണ് വീട്ടിലെത്തുന്നത്. പക്ഷെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്ത് കറക്റ്റ് ഞാൻ ഏകദേശം 5:58 ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞിട്ട്. സോ എന്തായാലും നമുക്കത് വളരെ സന്തോഷമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരു ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഇന്ന് ഇത്രയും പേരുകളെ നമ്മൾ കണ്ടു. നേരിട്ട് സൂമിലാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിങ്ങനെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലൊക്കെ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ അതെന്താണ്, നമുക്കൊരു മുൻപരിചയം കൂടെ ആകും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വഴിയും ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കരീം സാറിനോടും അതോടൊപ്പം നിങ്ങളുടെ മിഷൻ ഇന്റർനാഷണൽ ടീമിനോടും നിങ്ങളുടെ ഇവിടുത്തെ ഓരോ ആളുകളോടും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ്, ചെറിയതാണെങ്കിലും ചെറിയ പ്രോഗ്രസ് ആണെങ്കിലും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ലിറ്റിൽ പ്രോഗ്രസ് എവറി ഡേ ആക്സെപ്റ്റ് എ ബിഗ് റിസൾട്ട് എന്നാണ്. ചെറുതാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്പനി പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ GTS നമ്മൾ കേട്ടില്ല ഇതിലെ ടോപ്പ് ഫിഗർ ആയുള്ള 2,10,000 എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കമ്പനിയുടെ പേ ഔട്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.